ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു പഴക്കം ചെന്ന ഒരു കോട്ടയിലാണ്. ഇംഗ്ലണ്ടിലെ ലിങ്കഷെയറിലുള്ള ടാറ്റർഷാൾ കാസ്റ്റലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ 15-ാം നൂറ്റാണ്ട് മുതൽ ഈ ഒരു കാസ്റ്റൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാസ്റ്റലാണിത്. അപ്പോൾ ഈ ഒരു കാസ്റ്റലിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ ടാറ്റർഷാളിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു കാസ്റ്റിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു കാസ്റ്റിൽ പണികഴിപ്പിച്ചിരിക്കുന്നത് 1231-ലാണ്. അതായത് 1231 ഇഷ്ടിക വെച്ചിട്ടുള്ള ഒരു വലിയൊരു നിർമ്മിതിയാണ് ഇവിടെ ഈ ഒരു കാസ്റ്റിൽ എന്ന് പറയുന്നത്. 7 ലക്ഷത്തോളം ഇഷ്ടികളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് 40 മീറ്ററാണ്. 136 അടിയോളം ഈ ഒരു കാസ്റ്റിന് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാസ്റ്റിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലിങ്കൺ കത്തീഡ്രലൊക്കെ കാണാമെന്ന് പറയുന്നത്, അതുപോലെ ബോസ്റ്റൺ ഏരിയ ഒക്കെ കാണാമെന്ന് പറയുന്നത്. ഇപ്പോൾ നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഒരു കാസ്റ്റിൽ സംരക്ഷിക്കപ്പെടുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വിഷ്വൽസൊക്കെ കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളെന്തായാലും കാസ്റ്റിൻ്റെ അകത്തേക്ക് കയറണം കേട്ടോ. പണ്ടത്തെ ഓരോരോ സാധനങ്ങളൊക്കെ ഇവിടെ ഒരു മ്യൂസിയം പോലെ വെച്ചിട്ടുണ്ട്. ഒരു കുക്കിംഗ് പോട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ഈ ഒരു കാസ്റ്റിൽ കയറുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഇഷ്ടിക വെച്ച് പണിതേക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. പുറത്തുള്ള ചൂടൊന്നും നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ പൊതുവെ സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നല്ല തണുപ്പാണ്. അതുപോലെ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചത് 1231 ഇത് ഫസ്റ്റ് കാസ്റ്റിൽ ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇത് പണിത് അത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് ഈ ഒരു കോട്ട പണിതതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട് കൊടുത്തിരിക്കുന്നത്. ഇത് പുതുക്കി പണിതതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 2.2 മില്യൺ മണി. അതായത് അന്നത്തെ ഒരു 19,600 പൗണ്ടുള്ളൂ. ഇന്നത്തെ ഒരു 2.2 മില്യൺ മണി ഏകദേശം ഇറക്കിയിട്ടാണ് ഇത് പിന്നെ പുതുക്കിയൊക്കെ പണിതത്. ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ ഇങ്ങനെ വിറകൊക്കെ കത്തിച്ച് ചൂട് കൊള്ളാനായിട്ടുള്ള, അതായത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അടുപ്പ് സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇവിടെ ചെറിയൊരു വഴിയൊക്കെ കാണാം കേട്ടോ. അധികം ഹൈറ്റൊക്കെ ഉള്ള വഴികളല്ല, ചെറിയ ചെറിയ വഴികളാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് മൊത്തം ഇറങ്ങിയിട്ടൊക്കെ വരാം. ഇതെന്താണെന്ന് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്, സീറ്റിംഗ് ഒക്കെ പോലെ. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു സിമെൻ്റ് ആ ഒരു സമയത്തില്ലല്ലോ, പക്ഷേ ഇതെന്ത് നമ്മുടെ സുർക്കി പോലത്തെ എന്തോ മിശ്രിതം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, ജോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇഷ്ടികകൾ. എന്തായാലും നല്ലൊരു നിർമ്മിതിയാണ്. ഈ ഒരു കോട്ടൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ആ പുറമേ നിന്ന് കാണുന്ന അത്രയും വലിപ്പം തോന്നുന്നില്ല കേട്ടോ. ചെറിയ ചെറിയ റൂംസ്, ചെറിയ ചെറിയ വഴികളാണ്. ഇതുണ്ട്, ഇതിൻ്റെ അടിയിലേക്ക് അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹെഡ് റൂമൊക്കെ കുറവാട്ടോ. അപ്പോൾ നമുക്ക് തലയൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് കുറഞ്ഞ കുറേ റൂംസാണ്. 4 ലോക്കബിൾ സൈഡ് റൂംസൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു റൂമുകൾ കാണാം. അപ്പോൾ ഈ ഒരു കോട്ടേൻ്റെ ഉള്ള ചെറിയ ചെറിയ റൂംസാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു കോട്ടേൻ്റെ താഴത്തെ ഈ ഒരു ബേസ്മെൻറ്റിൽ നല്ല ഇരുട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ വിൻഡോസൊക്കെ കാണാം ഈ ഒരു റൂംസിൽ. ഈ വിൻഡോസിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മളുടെ ആ ഒരു കോട്ടയ്ക്ക് ചുറ്റിനുമുള്ള കനാലും. അതിൽ വെള്ളം നിറയുമ്പോൾ ഒരുപാട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ബിൽഡിങ്ങിൻ്റെ അകത്തേക്കും കയറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് ഫ്ലോർ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നനഞ്ഞു കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഓവർഫ്ലോ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ നമ്മൾ ബേസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കയറിയിട്ട് മുകളിലത്തെ കാഴ്ചകൾ കാണാം. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കറങ്ങി തിരിഞ്ഞ് കുറേ സ്റ്റെപ്പുകളുണ്ട്. നമുക്കിങ്ങനെ മുകളിലേക്ക് കയറാം കേട്ടോ. ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടി ഇവിടെ ഹാൻഡ് റെയിൽ പോലെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് വലിയൊരു ഹോളാണ്. അപ്പോൾ ഈ ഒരു ക്യാസിൽ പണിതിരിക്കുന്നത് മിലിറ്ററീൻ്റെ യൂസിന് വേണ്ടിയല്ല, പക്ഷേ പവറും വെൽത്തും കാണിക്കാൻ, അതായത് നമുക്ക് സമ്പത്തും നമ്മുടെ പവറും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാസിലായിരുന്നു. ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഒരു പ്രത്യേകതകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. സെർവ് ചെയ്യാനായിട്ടുള്ളതാണ്. സെർവ് ടു പവർ ആൻഡ് വെൽത്ത്. അതെ, ഇതൊരു സെർവൻറ്റിൻ്റെ ഒരു ഡ്രസ്സാണ്. അത് ഫീമെയിൽ, ഇത് മെയിലിൻ്റെ. അപ്പോൾ മുകളിലേക്കുള്ള നിലകളിൽ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ സ്പേസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വിൻഡോസ്, ഇതുപോലെ ചെറിയ ചെറിയ വിൻഡോസൊക്കെ കാണാം. അപ്പോൾ 15-ാം നൂറ്റാണ്ടിലാണ് ഇത് ഇത്രയും വലിയൊരു നിർമ്മിതി പണിതെന്ന് അറിയിക്കണം. ആ ഒരു സമയത്ത് നമ്മളുടെ ഇത്രയും വലിയ മോഡേൺ ടെക്നോളജി ഒന്നും ഇല്ല. അപ്പോൾ ലോർഡ് ക്രോംവെൽ എന്നുള്ള ഒരാളാണ് ഈ ഒരു ക്യാസിൽ പണി കഴിപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ അയാളുടെ എസ്റ്റേറ്റിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതിലാണ് ഈ ഒരു ക്യാസിലും സ്ഥിതി ചെയ്യുന്നത്. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ക്യാസ്റ്റിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ചെടികളുണ്ട്. ആ ഒരു ചെടികളുടെ ഒരു പ്രത്യേകതകളാണ് എഴുതിയിരിക്കുന്നത്. ബുൾ റഷസ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ പ്യൂരിഫയർ ചെടിയാണ് ഇവിടെ ഉള്ളത്. ആ ഒരു കനാലിലാണ് ഈ ഒരു ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. കുഞ്ഞു കുഞ്ഞു വഴികളാണ് കേട്ടോ. ഇങ്ങനെ ഓരോ റൂമുകളിൽ നിന്ന് അടുത്ത റൂമുകളിലേക്ക്. അടുത്ത സ്റ്റെപ്പ് കയറി നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് എത്തിയിട്ട് ഓക്കെ, ഇവിടെ നമുക്ക് ഓഡിയൻസ് ചേംബർ എന്ന് പറയണം. അപ്പോൾ ഇത് ഈ ഒരു റൂമിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ അടച്ചിട്ടേക്കണേ, നമുക്ക് കയറി നോക്കാൻ പറ്റില്ല. ഇതെന്തോ പ്രാവുകളെയൊക്കെ വളർത്തുന്ന ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ. സംഭവം നൈസായിട്ടുണ്ട്. കുറേ ചെറിയ ചെറിയ കൂടുകൾ. ഓഡിയൻസ് ചേംബറിൻ്റെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളാണ്. ഇവിടെ ആളിരിക്കുന്നു, ഇവിടെ പടന്മാർ നിൽക്കുന്നു. അങ്ങനെ ഈ ഒരു ഫ്ലോറിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ സോഴ്സസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മണ്ണെടുത്ത് ഇഷ്ടിക ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്ന് ക്യാസ്റ്റിൽ കൊണ്ടുവന്ന് ഇത് പണി കഴിപ്പിച്ച്, ഇങ്ങനെയാണ് ഈ ക്യാസ്റ്റിൻ്റെ ഒരു ഘടന. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങാണ് ഇത്. ഇതിന് ചുറ്റിലും ഇങ്ങനെ ഒരു ചെറിയൊരു കോട്ടമതിലൊക്കെ ഉണ്ട്. കോട്ടമതിലൊക്കെ ഇപ്പോൾ മുഴുവനായിട്ടില്ല കേട്ടോ. ഇതൊക്കെ പൊളിഞ്ഞ് നാശമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു കോട്ടയാണ് ഇപ്പോൾ മെയിനായിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഫ്ലോറും കൂടി കാണാം. ഇതുപോലെ തന്നെ ഒരുപാട് ഫ്ലോറുകളുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഹൈറ്റിലാണത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ നിലകളായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ മുകളിൽ കയറിയിട്ട് ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് കാണാം. അതാണ് നമുക്ക് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു ഫ്ലോറിൻ്റെ പ്രത്യേകത ഒരു പ്രൈവറ്റ് ചേംബർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ താഴത്തെ കണ്ടതിന് ആ ഒരു സെയിം സ്ട്രക്ചറിൽ തന്നെയാണ് ഈ മുകളിലത്തെ നേരെയുള്ളത്. അപ്പോൾ ഇത് ലേഡീസിനുള്ള ഒരു കോസ്റ്റ്യൂമാട്ടത്. അപ്പോൾ ഇതിന് പ്രത്യേകതകളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് ചേംബർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ക്യാസിൽ താമസിച്ചിരുന്നവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണത്. ഇവിടെയും നമ്മൾ താഴത്തെ കണ്ട പോലെ തന്നെ ഒരു ചെറിയൊരു റൂം. അതുപോലെ കോസ്റ്റ്യൂംസ് തൂക്കിയിട്ടുണ്ട്. ലോർഡ് ക്രോംവെല്ലാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ അയാൾക്ക് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മരിച്ചതിന് ശേഷം ഇത് ഡിവൈഡ് ചെയ്ത് പോയി എന്നൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞു റൂംസാണോ. നമ്മൾ പുറത്തെ ആ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. എന്താ താഴേക്ക് നമുക്ക് ഇനിയും ഇതിൻ്റെ മുകളിൽ കയറാനുണ്ട്. അടുത്ത നിലയിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റെപ്പ് കയറി വന്നപ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കാം. താഴെ ഒരു ചെറിയൊരു ഇതുപോലെയുണ്ട്, ഒരു സ്പേസ്, ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമുണ്ടോ. ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഈ ഒരു സൈഡിൽ കൂടിയൊക്കെ നടക്കാൻ പറ്റും. ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ നല്ല രസമുണ്ട് കാണാൻ. നമ്മളിങ്ങനെ കയറി നിൽക്കുന്നേ മരത്തിൻ്റെ ഒരു ഫ്രെയിം കൊണ്ട് ഉണ്ടാക്കിയൊരു ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇത് കാണാം കേട്ടോ, ഭൂമി കാണാം. താഴെ ആ ഒരു ഭൂമി കാണാം. പക്ഷേ നമുക്ക് മരമാണത്, നല്ല സ്ട്രോങ് ആണ്. പക്ഷേ നമ്മളിവിടെ നിന്ന് കയറി നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു വിൻഡോയിൽ കൂടെയുള്ള കാഴ്ച കാണുന്നത്. നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല മരമാണെന്നുള്ളത്.
അപ്പോൾ ഈ കാസ്റ്റിലാണ് അത് പുതുക്കിയിട്ട് ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ഒക്കെ നടത്തി. അതിൻ്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടത്തിയത്. നമ്മൾ ഈ പുറത്തുനിന്ന് കണ്ട ഒരു സ്പേസിലാണ് നടത്തിയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതും ഒരു ചെറിയ റൂമും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിലൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ആ മുകളിൽ നിന്നുള്ള വ്യൂ കാണാം. അപ്പോൾ 1 വേ ഉള്ളി. ഓക്കെ, എന്തായാലും നമുക്ക് കയറി നോക്കാം. അങ്ങനെ നമ്മൾ, എൻ്റെ അമ്മ എന്താ ഭംഗി നോക്കി ചേട്ടാ, നീല കളറിലാണ് നൈസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കനാലാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു വാളാണ് കേട്ടോ, ഒരു കാസ്റ്റിൻ്റെ വാളാണ്. ഒരുപാട് താറാവുകളെ കാണാട്ടിൽ താറാവ് അരയഞ്ഞൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ കണ്ടോ അരയന്നം, ദേ അവിടെ ഒരു അരയനുണ്ട് കണ്ടോ, ഒരു അരയന്നം നടക്കുന്നുണ്ട്. അപ്പോൾ വ്യൂ ടു ദ സൗത്ത് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണുന്ന ബോസ്റ്റൺ ഏരിയയൊക്കെയാണ്. അതുപോലെ ആ ഒരു 19th സെഞ്ച്വറിയിലുള്ള കാസ്റ്റിൽ ഫാം ഔട്ട് ബിൽഡിങ്സ് ഒക്കെ ഇവിടെ നിന്ന് കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നല്ല ഭംഗിയുള്ള വ്യൂ. കണ്ടോ, ഏതാ രസം നോക്കിയേ, ഇങ്ങ് കണ്ണ് എത്താത്ത ദൂരത്തേക്ക് ഇങ്ങനെ നമുക്ക് വിഷ്വൽ കാണാം. അപ്പോൾ ലേക്കൊക്കെ അവിടെ കാണാം കേട്ടോ, അവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് വ്യൂ ടു ദ വെസ്റ്റ് കാണാം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ കാണുന്നത് എന്നുള്ളത്. ലിങ്കൺ കത്തീഡ്രൽ ഇവിടെ 18 മൈൽ ദൂരെ കാണാമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കട്ടെ, 18 മൈൽ ദൂരെ ലിങ്കൺ കത്തീഡ്രൽ കാണുന്നത്. ഇതാണ് വ്യൂ. ലിങ്കൺ കത്തീഡ്രൽ കാണുന്നുണ്ടോ ആരെങ്കിലും? ഞാൻ കാണുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ച് നോക്കട്ടെ വരും ചിലപ്പോൾ. ലിങ്കൺ കത്തീഡ്രൽ കണ്ടില്ല. എന്നാലും നമുക്കൊന്ന് സൂം ചെയ്തൊക്കെ ഒന്ന് നോക്കട്ടെ കാണുന്നുണ്ടോ. 18 മൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരെയാണല്ലോ. പക്ഷേ നമുക്ക് ലിങ്കൺ കത്തീഡ്രൽ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. നോക്കട്ടെ, ഒന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, ഞാൻ കണ്ടു. ഇതാണ് ലിങ്കൺ കത്തീഡ്രൽ കേട്ടോ. അങ്ങ് ദൂരെ നമുക്ക് കാണാം, 18 മൈൽ ദൂരെയാണ് ഈ കാണുന്നത് ലിങ്കൺ കത്തീഡ്രൽ പള്ളി കേട്ടോ. ആ ഹൈറ്റിലിരിക്കുന്ന ആ ഒരു പള്ളിയാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തോരം ദൂരെ നോക്കിയാൽ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. 18 മൈൽ ദൂരെ താഴെ കുതിരനെ കാണുന്നത്. ഏറ്റവും ടോപ്പിലാണ്. ഇത് ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ വ്യൂ ടു ദ നോർത്താണ്. ഇവിടെ നിന്ന് നമുക്ക് കാണുന്ന സംഭവങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കണ്ടോ. താഴെ കുതിരകൾ പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പാടങ്ങൾ, കൃഷിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ടോ കണ്ടോ, വെള്ളമൊക്കെ വീഴുന്നതൊക്കെ കാണാം കേട്ടോ. അതൊക്കെ നനച്ചൊക്കെ കൊടുക്കണേ. അപ്പോൾ ഈ ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നല്ല പച്ചപ്പും അതുപോലെ പാടങ്ങളും പുഴകളൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല വിഷ്വലാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നോക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പള്ളിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു പള്ളീൻ്റെ ലുക്ക് ഉണ്ട്. നമ്മൾ കയറി വന്ന എൻട്രൻസ് ആണിത്. നമ്മൾ താഴെ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ പോകുന്നതാണ്. അപ്പോൾ 40 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു കാസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കനാൽ, അതായത് ഈ ഒരു ഒരു ചെറിയൊരു തോട് പോലെ ഇവിടെ ചുറ്റിനുണ്ട്, അതാണ് കാണുന്നത്. ഇത് വ്യൂ ടു ദ ഈസ്റ്റ് ആണ്. ആ ഈസ്റ്റിൽ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. RAF കോണിങ്സ് ബേ എന്ന് പറഞ്ഞാൽ എയർഫോഴ്സ് സ്റ്റേഷനാണ് ഇവിടെ നിന്ന് നോക്കുന്നത് കാണുന്നത്. അതുപോലെ ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ മെമ്മോറിയൽ, ഫ്ലൈറ്റ് ഗ്രീൻ ഹാങ്ങർ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇവിടെ ഒരു ഇതുണ്ട്, എയർ സ്ട്രിപ്പ് ഉണ്ട്, അതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഇതുണ്ടോ, ഒരുപാട് ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് റോയൽ എയർഫോഴ്സിൻ്റെ ഒരു എയർഫോഴ്സ് സ്റ്റേഷനാണ് ഈ തൊട്ടടുത്ത് കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കാണുന്നത്. അത്രയും ദൂരെയാണ് എങ്കിലും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പോൾ മുകളിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനി താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ചുറ്റിനും കാസ്റ്റിൻ്റെ ചുറ്റിനും നടന്ന് അതും കൂടി കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കാസ്റ്റിൻ്റെ അകത്ത് കാണാനുള്ളത്. നമുക്ക് എന്തായാലും താഴേക്ക് പോകാം. അവിടെ ഒരു സ്റ്റെപ്പുകൾ ഉണ്ടാക്കി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ഇതിലിങ്ങനെ ചുറ്റിനും ഇങ്ങനെ കറങ്ങി വരുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെയർ കേസിന് അധികം സ്പേസ് നഷ്ടപ്പെട്ടില്ല. കാരണം ഈ കുത്തനെയുള്ള സ്റ്റെയർ കേസാണ്, പക്ഷെ അത് നമുക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ട് അധികം സ്പേസ് പോകുന്നില്ല. കാസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ചൂടായിട്ടോ. ഇന്നിപ്പോൾ നല്ല സണ്ണി ആയിട്ടുള്ള ഒരു സമയമാണ്. നമ്മുടെ ലിങ്കൺ ആ ഒരു ഏരിയയിലൊക്കെ 26 ഡിഗ്രി ആയിരുന്നു ഇന്നലത്തെ ടെമ്പറേച്ചർ. ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു കാറ്റുള്ളതുകൊണ്ട് തന്നെ അത്ര ചൂട് അറിയുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ കാസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയാണ് ഈ ഒരു വെയിലത്ത് ഈ ഒരു പ്രദേശമൊക്കെ കാണാനായിട്ട്.
ഈ ഒരു വെയിലത്ത് ഇവിടെ ഈ മരത്തിൻ്റെ ചോട്ടിലൊക്കെ വന്ന് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട് നല്ല വൈബായിരിക്കും. ഒരുപാട് പേര് ഇതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ചോട്ടിലൊക്കെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു പ്രത്യേക അന്തരീക്ഷമാണല്ലോ ഇവിടെ. ഈ കാണുന്ന മുഴുവൻ കനാലാണ്, പക്ഷേ ആ ഒരു കനാലിൽ മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണതാണ്. ഈ ഒരു ചെടിക്ക് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ചെടി നശിപ്പിക്കാതെ ഇങ്ങനെ വെച്ചേക്കണേന്ന് എനിക്ക് തോന്നണേ. അത് ഈ ഒരു ചെടികൾ ഈ കനാലിലുള്ള വെള്ളം ശുദ്ധീകരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെടി മുഴുവൻ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണം കേട്ടോ. ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക വൈബാണ്. നല്ലൊരു കാറ്റും അതുപോലെ നല്ല ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നമ്മുടെ ഈ ഒരു കനാലാണ് ഈ കാണുന്നത്. ഈ ഒരു കനാലിൽ ഇങ്ങനെ ചുറ്റിനും ഈ ഒരു കാസിന് ചുറ്റിനുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എയർഫോഴ്സ് സ്റ്റേഷനിലേക്കുള്ള ആ ഒരു ഫ്ലൈറ്റ് വിസിറ്റുകളാണ് കേട്ടോ. തറവുകളൊക്കെ ക്ഷീണിച്ച് അവിടെ റെസ്റ്റ് ചെയ്യണം കേട്ടോ, ഉറക്കമാണ്. ഈ ഒരു കനാലിന് കുറുകയായിട്ട് ഇതുപോലെ കുറേ മരത്തിൻ്റെ പാലങ്ങളൊക്കെ ആണ് കേട്ടോ. ഇവിടെയൊക്കെ താറകളൊക്കെ ഉണ്ട്. കാട് പിടിച്ച് കിടക്കണം മൊത്തത്തിൽ. ഒരു കാട് വെട്ടിക്കളയാതെ ഇങ്ങനെ വെച്ചേക്കണേ. ആ ഒരു ചെടിക്ക് പ്രത്യേകത ഉള്ളതുകൊണ്ട്. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഏതോ പഴയ ബിൽഡിങ്ങാണ്. ഈ ഒരു കോട്ടേൻ്റെ ഭാഗം തന്നെയാണ്, പക്ഷെ അതൊക്കെ നശിച്ചു പോയി. ഈ ഒരു കോട്ട മാത്രമാണ് നല്ല പുതുക്കി സെറ്റപ്പായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ നശിച്ചിരിക്കുന്നതാണ്. കോട്ടേൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. നല്ല മരങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ താഴെ വന്നിരിക്കുമ്പോൾ തന്നെ എന്താ തണുപ്പെന്നറിയാം. ഒരു മരത്തിൻ്റെ താഴേക്ക് വന്ന് നിൽക്കുമ്പോൾ നല്ല റീഫ്രഷ്മെൻ്റ് ആണ്. നല്ല തണുത്ത കാറ്റുമുണ്ട്. നല്ലൊരു ശുദ്ധവായു കിട്ടുന്ന പോലത്തെ ഒരു അന്തരീക്ഷമാണ്. നല്ല ഓക്സിജൻ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ കാസിലിൻ്റെ പുറകിലൊക്കെ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ എടുത്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കുറച്ച് നേരം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. താറാവിൻ്റെ കുഞ്ഞുങ്ങളോട് കിടക്കുന്നൊക്കെ ഇതുങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ പറ്റി വരിക നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് വിളിച്ച് പോകുന്ന എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു എയർപോർട്ട് സ്റ്റേഷനിലേക്കുള്ള. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഇവിടം വരെ വരാനായിട്ടുള്ള ഒരു പെർമിഷൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു കോട്ടേൻ്റെ വ്യൂവും അതിനോടനുബന്ധിച്ചുള്ള സറൗണ്ടിങ്സും. ഈ ഒരു സമയത്ത് ഈ ഒരു കോട്ടയം അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ലൊരു പ്രത്യേക വൈബാണ് ഇവിടെ വന്നിട്ട്. ഒരു കാസ്റ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടൊരു ചർച്ച് കൂടി ഉണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് കണ്ടിരുന്ന ആ ഒരു ചർച്ചാണ്. അതിൻ്റെ മുകളിൽ വലിയൊരു ക്ലോക്കൊക്കെ ആണ് കേട്ടോ. അതേ ആ ഒരു ടവറിൻ്റെ മുകളിൽ ഒരു പഴയൊരു കാസ്റ്റിൻ്റെ ഒപ്പം തന്നെ പണിത് കഴിപ്പിച്ച ഒരു ചർച്ചാണത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ ഷോൾ കാസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചർച്ച് തന്നെയാണിത്. ഈ ഒരു പള്ളിയിൽ നിറച്ചും വവ്വാലുകളൊക്കെ ഇരുന്നെന്നൊക്കെ പറയുന്നത്. പല ടൈപ്പ് വവ്വാലുകളുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചർച്ചിൽ ഇപ്പോൾ കുർബാനയൊന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് വിസിറ്റേഴ്സിന് വേണ്ടി തുറന്നു കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ സിംതേരിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു സിംതേരിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതൊക്കെ ഓരോരുത്തരെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇതാണ് ഇവിടുത്തെ ഈ ഒരു ചർച്ചും കാസ്റ്റിൻ്റെ ഏരിയയും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടാറ്റ ഷോൾ കാസ്റ്റിൻ്റെ ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.